ഹലോ കൂട്ടുകാരുടെ സാന്ത്വനത്തിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ദേവമംഗലത്തുള്ളവർ അറിയുകയാണ്. അതായത് ഉദയഭാനു യഥാർത്ഥത്തിൽ ഒരു പൈസക്കാരനല്ല, അയാൾ കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത് എന്നൊക്കെ. ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ എപ്പിസോഡിൽ ആനന്ദിനെ വിഷമിച്ചിട്ട് ആനന്ദ് നിൽക്കുകയാണ്. അപ്പോൾ ഗോമതിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിൻ്റെ ഉള്ളിലെ വിഷമം എന്താണെന്ന് വെച്ചാൽ പറ, എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അതെന്താണെന്ന് പുറത്ത് പറയാൻ പറ്റില്ല, എനിക്ക് അത്രത്തോളം സങ്കടം ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ ദേവി കെഞ്ചുന്നുണ്ട്, അതായത് പറയല്ലേ പ്ലീസ്, എല്ലാം രഹസ്യമാക്കി വെക്കുക എന്ന് പറഞ്ഞ് ദേവി കെഞ്ചുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയും പൊങ്ങച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇതൊന്നും അറിയാതെയാണ് അവർ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊങ്ങച്ചൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ആനന്ദിൻ്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു. ആനന്ദ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ്. അപ്പോൾ തുറന്ന് പറഞ്ഞതോടുകൂടി ദേവമംഗലത്തുള്ള എല്ലാവർക്കും ദേഷ്യമായി. അപ്പം ബാലൻ്റെ മുന്നിലൊക്കെ ദേവി കൈകൂപ്പി നിന്ന് തൊഴുത് പറയുന്നുണ്ട്, എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബാലൻ സ്ട്രിക്റ്റായിട്ടൊരു തീരുമാനം എടുക്കും, മറ്റൊന്നുമല്ല, എന്നെ ചതിച്ച ഉദയഭാനുവിൻ്റെ മകൾ ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് തന്നെയാണ് ഗോമതിയും ചെയ്യുന്നത്. അപ്പോൾ ഗോമതിയും പറയും ഇനി ഇവൾ ഈ വീട്ടിൽ വേണ്ട എന്ന്. പക്ഷേ അപ്പോൾ ശ്രീകലയും ഉദയഭാനും പറയുന്നത് എന്താണ്, ഞങ്ങൾ കല്യാണം കഴിച്ചിരുന്നത് ഇവളേനെ ഈ വീട്ടിലോട്ടാണ്, അപ്പോൾ അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് ശ്രീകലയും ഉദയഭാനും വാശി പിടിക്കുമ്പം ഗോമതി അവളേനെ, അതായത് ദേവീനെ പിടിച്ച് വീടിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ട് വാതിലടയ്ക്കുകയാണ്. എന്നിട്ട് പറയും, കൂട്ടത്തിൽ ഉദയഭാനുവിനെയും ശ്രീകലേനെയും പുറത്തേക്ക് വെക്കുന്നുണ്ട്, ഇങ്ങനെ കള്ളം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ചതിച്ച ഒരാൾ ഇനി ഞങ്ങളുടെ വീട്ടിൽ വേണ്ട, ഞങ്ങളുടെ മകൻ്റെ ജീവിതത്തിലും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഗോമതി വാതിലടയ്ക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പുറത്ത് നിന്ന് കരയുന്ന ദേവിയെയും കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ ആഴ്ചത്തെ മെയിൻ ഹൈലൈറ്റ് എപ്പിസോഡ്.